NK പ്രേമചന്ദ്രൻ ഹാട്രിക് തികയ്ക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF പ്രതിനിധി. അതിന് എണ്ണി പറയുന്നത് UP സർക്കാരിന്റെ കാലത്ത് നടപ്പിലാക്കിയ വാഗ്ദാനങ്ങളെല്ലാം ഇത്തവണ വോട്ടായിട്ട് മാറും എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ വാഗ്ദാനങ്ങളിൽ ജനങ്ങൾ വിശ്വസിക്കും, അവിടെ കോൺഗ്രസിന്റെ ന്യായയിൽ ജനങ്ങൾ വിശ്വസിക്കുമെന്നാണ്. അത് UDF മുതൽക്കൂട്ടാവില്ലേ, RSPക്ക് മുതൽക്കൂട്ടാവില്ലേ? ഒരിക്കലും ഇല്ലാത്ത കാര്യമാണ്. കൊല്ലത്ത് ഇപ്പോൾ ഈ പ്രചരണം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ LDF സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസത്തിലാണ്. ഈ പ്രചരണത്തിന്റെ ഘട്ടത്തിൽ കൊല്ലത്ത് നിന്ന് ലഭിക്കുന്ന ഫീഡ്ബാക്ക് അത് ഉറപ്പായും M മുകേഷ് ഒരു വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും എന്ന ഒരു ആത്മവിശ്വാസത്തിലേക്ക് LDF എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനൊരു കാരണം കഴിഞ്ഞ 10 വർഷമായിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ ഭരണവും MP പ്രവർത്തനവുമാണ്. കഴിഞ്ഞ 10 വർഷമായി ഈ രാജ്യത്ത് ഒരു ഫാസിസ്റ്റിന് സമാനമായ ഒരു സർക്കാർ മുന്നോട്ട് പോകുന്നു. ഈ കൊല്ലത്തിന്റെ MP ഈ ഫാസിസ്റ്റ് വിരുദ്ധ സർക്കാരിനെതിരെ ഒരു ശക്തമായ ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു. കൊല്ലത്തെ സംബന്ധിച്ച് കൃത്യമായ പറയാൻ സാധിക്കും. വിവാദമായ എല്ലാ നിയമനിർമ്മാണങ്ങളിലും NK പ്രേമചന്ദ്രൻ ഇടപെട്ട് സംസാരിച്ചിട്ടുണ്ട്. വിവാദമായ എല്ലാ വിഷയങ്ങളിലും പാർലമെന്റിൽ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ പറയാം. NIA അമെന്റ്മെന്റ് ആക്ട് ഈ രാജ്യത്തിന്റെ പാർലമെന്റിൽ ലോക്സഭയിൽ വന്നു. അതിനെതിരെ സംസാരിച്ചിട്ട് വോട്ട് ചെയ്യാൻ NK പ്രേമചന്ദ്രന് കഴിഞ്ഞോ? NIA അമെന്റ്മെന്റ് ആക്ട് അവതാരകൻ പറഞ്ഞാൽ മതി, വോട്ട് ചെയ്യാൻ കഴിഞ്ഞോ? കേരളത്തിൽ നിന്ന് അതിനെതിരെ NIA അമെന്റ്മെന്റ് ആക്ടിന്റെ കാര്യത്തിൽ NK പ്രേമചന്ദ്രൻ വോട്ട് ചെയ്തു. കൃത്യമായിട്ട് പറയാം. ഈ ഇപ്പം ഷബീർ ഇവിടെ സൂചിപ്പിച്ച വിഷയങ്ങളിൽ ഈ രാജ്യത്തെ സംബന്ധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും വിഷയത്തിൽ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ കാര്യത്തിൽ NK പ്രേമചന്ദ്രൻ ഈ രാജ്യവുമായി ബന്ധപ്പെട്ട മുഴുവൻ വിഷയങ്ങളിലും സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ മുത്തലാഖ് ബില്ലുമായി ബന്ധപ്പെട്ട് 21 മിനിറ്റ് സംസാരിച്ച് CAയുമായി ബന്ധപ്പെട്ട വിഷയം വന്നു. അവിടെ നമുക്കതിലേക്ക് വരാം. NIAയുടെ കാര്യത്തിൽ UDF വോട്ട് ചെയ്തില്ല എന്നതാണ് പാർലമെന്റ് രേഖകളിൽ പറയുന്നത്. NIAയുടെ കാര്യത്തിൽ UDFന്റെയും ഇതൊരു അജണ്ടയുടെ ഭാഗമായിട്ടുള്ള വിഷയങ്ങളാണ് ഇവിടെ കോൺഗ്രസും കൃത്യമായി നിലപാടെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ NK പ്രേമചന്ദ്രൻ, മുഹമ്മദ് ബഷീർ, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് അധീർ രഞ്ജൻ ചൗധരി ഉൾപ്പെടെ വിഷയത്തിലുണ്ട്. വിഷയത്തിലും കൃത്യമായി ഞാൻ പറയുന്നത് അരുൺകുമാർ പറയുന്ന ഒന്ന് കേൾക്കാം. NIA വിഷയത്തിൽ നിങ്ങൾക്ക് എതിരെ അഭിപ്രായമുണ്ടോ ഇല്ലയോ? കല്ലുവെച്ച നുണയുമായി ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ സംസാരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്റെ അവസരമാണ്. ഒന്ന് ഈ NIA അമെന്റ്മെന്റ് ആക്ട് പാർലമെന്റിനകത്തുള്ള പ്രവർത്തനം സംബന്ധിച്ച് ഞാനും പറഞ്ഞത്. അതിനുശേഷം നമ്മളൊരു ചായ സൽക്കാരത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. ചായയൊക്കെ പോയി കുടിച്ചോട്ടെ, അതിനൊന്നും നമുക്ക് തർക്കമില്ല. പക്ഷെ ചായ കുടിച്ചതിന് ശേഷം തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും അസുലഭമായ നിമിഷമാണ് എന്നൊരാൾ പറഞ്ഞാൽ അതിലെന്തോ കുഴപ്പമുണ്ട്. അതിനുശേഷം ഒരു മികച്ച MP എന്ന നിലയിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നിങ്ങളെ ചായക്ക് ക്ഷണിക്കുന്നു. ആ ചായക്ക് ക്ഷണിക്കപ്പെട്ടതിൽ അദ്ദേഹം പറയുന്നു അതിനകത്തെ പ്രശ്നം അല്ല. അതിനുശേഷം അവിടെ ആരെയൊക്കെയാണ് വിളിച്ചത്? ഇന്ത്യ മുന്നണി എന്ന് വിളിച്ച ഏകയാളാണ് NK പ്രേമചന്ദ്രൻ. അതിൽ BSPയുടെ MP ഹിതേഷ് പാണ്ഡെ ഇപ്പോ BJP പാളയത്തിലാണ്. അതിന് സമാനമായി അദ്ദേഹം പോകില്ല എന്നത് ഉറപ്പാണുള്ളത്. സ്വീകരിക്കാൻ വേണ്ടി മുന്നോട്ട് പോയി. പ്രധാനമന്ത്രി വരുമ്പോ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പിന്നെ എങ്ങനെ നിൽക്കണം സാർ? പ്രധാനമന്ത്രി നിൽക്കുമ്പോ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പ്രോട്ടോകോൾ അനുസരിച്ച് എങ്ങനെ നിൽക്കണം? ഇവരുടെ തർക്കം എന്താ? പ്രധാനമന്ത്രിയുടെ മുന്നിൽ ആരാണ് കൂടുതൽ കുമ്പിട്ട് നിൽക്കുന്നത്? രണ്ടും NDA മുന്നണിയാണ്, ഇന്ത്യ മുന്നണി എന്നാ പറയുന്നേ. തർക്കം ആരാണ് പാർലമെന്റിനുള്ളിലെ പ്രകടനം പാർലമെന്റ് അതിനുശേഷം നിർമ്മലാ സീതാരാമൻ ഈ ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രിയാവണമെന്ന് പറഞ്ഞ കാര്യം കുണ്ട്രയിൽ ഇനി
അടുത്ത പ്രധാനമന്ത്രി ആവണം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഷബീർ തെറ്റിദ്ധരിപ്പിക്കല്ലേ? അടുത്ത പ്രധാനമന്ത്രി ആവണം എന്നൊരു സ്റ്റേറ്റ്മെന്റ് പ്രേമേന്ദ്രന്റെ വായിൽ നിന്ന് വന്നിട്ടില്ല. എന്താണ് പറഞ്ഞത്? പ്രധാനമന്ത്രി ആവാൻ യോഗ്യയായ ആളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് അടുത്ത പ്രധാനമന്ത്രി ആവാൻ പറഞ്ഞിരിക്കുന്നത്. ശരിയാവുക? അടുത്ത പ്രധാനമന്ത്രി ആര് പറഞ്ഞു? ഒരു കാര്യം പറഞ്ഞോട്ടെ, അതിനർത്ഥം എന്താ? അടുത്ത തെരഞ്ഞെടുപ്പിൽ പറഞ്ഞിട്ടില്ല. ഇത് നിങ്ങളുടെ മണ്ഡലത്തിൽ ഒരു വികസന പ്രവർത്തനം കൊണ്ടുവന്ന കേന്ദ്രമന്ത്രിയോടുള്ള ഉപചാരപ്രകാരമുള്ള വാക്കുകളാണ്. സംസ്ഥാന സെക്രട്ടറി CPM സംസ്ഥാന സെക്രട്ടറി ഇന്നലെ പറഞ്ഞ പ്രസ്താവനകൾ, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഇന്നലെ പറഞ്ഞ പ്രസ്താവന, ഗുജറാത്തിൽ കോൺഗ്രസ് തോൽക്കും, ഇവിടെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഒരു മത്സരമില്ല, ഇടതുപക്ഷവും തമ്മിലാണ് മത്സരം എന്നാണ് പറഞ്ഞത്. ഫൈസലിലേക്ക് വരാം. പറഞ്ഞു. ഞാൻ കുണ്ട്രയിൽ നടത്തിയ പ്രസംഗം ഇതുവരെ പണം നീക്കിവെക്കാത്ത, ടെൻഡർ നടപടി പൂർത്തീകരിക്കാത്ത റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണത്തിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തുകൊണ്ട് MP പറയുകയാണ്, എനിക്ക് ഈ പദ്ധതി കൃത്യമായി നടപ്പിലാകുമെന്ന് ഉറപ്പുണ്ട്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ, നരേന്ദ്രമോദിയുടെ ഓഫീസിൽ നിന്ന് കൃത്യമായി ഇത് മോണിറ്റർ ചെയ്യും. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ ആഗ്രഹിക്കുന്നത് നരേന്ദ്രമോദിയും NDAയും തോക്കണമെന്നാണ്. അങ്ങനെ തോറ്റാൽ എങ്ങനെയാണ് ഇത്തരത്തിലൊരു മോണിറ്ററിംഗ് നടക്കുന്നത്? ആ തരത്തിൽ ഇത്തരത്തിൽ എല്ലാ ഘട്ടത്തിലും കൃത്യമായ ഒരു രാഷ്ട്രീയ ക്രെഡിബിലിറ്റി ഉള്ളൊരു രാഷ്ട്രീയ നിലപാടില്ലാതെ NDAയ്ക്കും മോഡിക്കും അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം.